ശ്രീ ടി പി ജയേന്ദ്രൻ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ ജിൻഡോ ഈ ചർച്ചയിൽ പറഞ്ഞത് പഹൽഗാമും പുൽവാമയിലും കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിമർശനമാണ് സുരക്ഷാ വീഴ്ച എന്നത്. അത് വീണ്ടും റെഡ് ഫോർട്ടിനടുത്തുള്ള ഈ കാർ പൊട്ടിത്തെറിയോടുകൂടി ഒരിക്കൽ കൂടി ആ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുകയാണ്. ഇത് ഇപ്പോഴാ അബദ്ധത്തിൽ അത് പൊട്ടിത്തെറിച്ചു എന്നതിനപ്പുറത്തേക്ക് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിടുകയും രാജ്യത്ത് അരക്ഷിതത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തീവ്രവാദ ശൃംഖല ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്ന, അതിനെ നിർവീര്യമാക്കുന്ന ഇടപെടലുകളാണല്ലോ സുരക്ഷാ ഏജൻസികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകാതിരിക്കുന്നു. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ റെഡ് ഫോർട്ടിലെ ബ്ലാസ്റ്റിലും അത് തന്നെ സംഭവിച്ചു. മാത്രമല്ല, രണ്ടാമത് ഒരു വിവരം വരുന്നത് ഇതിൻ്റെ തീവ്രവാദ ബന്ധം എവിടേക്ക് നീളുന്നു എന്നുള്ളതാണ്. അത് പാകിസ്ഥാനിലേക്ക് നീളുന്നു. പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ചില സൂചനകളും പുറത്തു വരികയാണ്. അന്നും ഇതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത് ഇതിനെ തുടർന്നായിരുന്നു. അതുപോലെ ഒരു നീക്കത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണോ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ടാവുക? അതുപോലെ തന്നെ ഈ ഉയരുന്ന സുരക്ഷാ വീഴ്ച എന്ന ആരോപണത്തിന് കൃത്യമായ ഒരു മറുപടി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഗോപികൃഷ്ണൻ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കാം. നോക്കൂ, ഒരു തെരുവ് നായ കൊണ്ട് ഒരു കുട്ടിക്ക് കടിയേറ്റാൽ അതും സുരക്ഷാ വീഴ്ചയാണ്. ഒരു ഗഡ്ഗർ വീണ് ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടാൽ അതും സുരക്ഷാ വീഴ്ചയാണ്. ഒരു പ്രകൃതി ദുരന്തമുണ്ടായി ആളുകൾക്ക് നാശനഷ്ടം വന്നാൽ അതും സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ മറന്നു പോവുകയോ വഴിതിരിച്ചു വിടുകയോ നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാതെ പോവുകയോ ചെയ്യുന്ന ഒരു വിഷയമുണ്ട് എന്നെനിക്ക് ഗോപികൃഷ്ണൻ തോന്നുന്നു. നോക്കൂ, ഈ ബോംബ് സ്ഫോടനം നടന്നത് എവിടെയാണ്, എങ്ങനെയാണ്? ഇതിൻ്റെ ഗൂഢാലോചനകൾ ആരാണ്? ഒരു ഡോക്ടർ, നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഡോക്ടർ, അദ്ദേഹം വളരെ ആസൂത്രിതമായി ഒരു വാഹനം നിറയെ RDXുമായി ഓടി പിടിക്കപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ, അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം നോക്കി വരുന്നു. എന്താണ് ഇവരുടെ യഥാർത്ഥ വിഷയം? കേവലം സുരക്ഷാ വീഴ്ചയാണോ ഗോപികൃഷ്ണൻ? നോക്കൂ, അത്യുന്നതമായ പ്രൗഢിയിലും ജീവിത സാഹചര്യത്തിലും അഭിരമിക്കുന്നവരെ ഈ ഡോക്ടർമാരൊക്കെ. ഛത്തീസ്ഗഡിലെ മാവോവാദി ആക്രമണത്തെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്താൻ സ്വാതന്ത്ര്യമുണ്ട് ഗോപികൃഷ്ണൻ. അവർക്ക് പട്ടിണിയുണ്ട്, അവികസിതാവസ്ഥയുണ്ട്, അവരെ നേരിടുന്ന ജീവിത പ്രയാസങ്ങളുണ്ട്. പക്ഷെ നോക്കൂ, ഈ തരത്തിൽ ഒരു കൂട്ടം ഡോക്ടർമാർ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ, ഇത്തരം ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകിലേക്ക് പോകേണ്ടി വരുന്നത്? നോക്കൂ, ഇപ്പോൾ രാജ്യം മുഴുവൻ അത്തരം ആളുകളുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. എൻ്റെ ജിൻഡോ ജോൺ മറന്നു പോകുന്നതോ മറച്ചു വയ്ക്കുന്നതോ, ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ രാജ്യം ഇന്ന് റെയ്ഡ് നടത്തുകയും പൗരന്മാർക്ക് സുരക്ഷ നൽകുകയും ചെയ്യുകയാണ്. ഇവിടെ കേരളത്തിൽ ജിൻഡോ ജോണിൻ്റെ പാർട്ടി അത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസുകളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചില ഡാറ്റകൾ നമ്മുടെ മുമ്പിലുണ്ട്. സുരക്ഷാ വീഴ്ചയാണോ ഇത് വന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും ഈ ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഗോപികൃഷ്ണൻ. നോക്കൂ, 1979 മുതൽ 2024 വരെ 66,872 തീവ്രവാദ ആക്രമണങ്ങളാണ് ലോകത്തിൽ നടന്നിരിക്കുന്നത്. 2,49,941 പേരാണ് കൊല്ലപ്പെട്ടത്. ലഭ്യമായ ഡാറ്റ വെച്ചാണ്, 24 വരെയുള്ള കണക്കുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, നമ്മേക്കാൾ മിലിറ്ററിയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയ ജർമ്മനി, ഫ്രാൻസ്, UK, എന്തിനേറെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം പരിഷ്കൃതമായെന്ന് ഉപയോഗിക്കുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തീവ്രവാദത്തിൻ്റെ ആക്രമണം നടക്കുന്നു. സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറയുമോ? 2 പ്രധാനമന്ത്രിമാർ നഷ്ടപ്പെട്ട രാജ്യമാണ്. നോക്കണം നിങ്ങൾ, ആൾക്കൂട്ടത്തിൽ വന്ന് സ്വയം പൊട്ടിത്തെറിച്ചതല്ല. സ്വന്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു തീവ്രവാദിയെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയതിൻ്റെ, അവർക്ക് വെള്ളപൂശിയതിൻ്റെ ഫലമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചിതറി മരിച്ച രാജ്യമാണ്. അന്നും നമ്മളാരും അതിന് സുരക്ഷാ വീഴ്ചയിലായിരുന്നില്ല ചർച്ച ചെയ്തത്. രണ്ടാമതൊരു പ്രധാനമന്ത്രിയെ സകല സുരക്ഷാ വീഴ്ചയും നടത്തിയ തമിഴ്നാട്ടിലെ ഒരു പാർട്ടി യോഗത്തിൽ വെച്ച് കൊല്ലപ്പെട്ട രാജ്യമാണിവിടെ. അന്നൊന്നും ആരും ഈ കരുത്തിൽ നടത്തിയിട്ടില്ലല്ലോ. നോക്കൂ, 1993 എൻ്റെ ജിൻഡോ ജോണിന് ചില കണക്കുകൾ, ഞാൻ ഈ മറുകണക്കുകൾ പറഞ്ഞ് ഉദ്ധരിക്കുകയല്ല, അദ്ദേഹം ആവേശം കൊള്ളുമ്പോൾ ഡൽഹിയിലെ 250 മരണവും 700 പരുക്കും ഉണ്ടായിരുന്നു. ആരായിരുന്നു ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? നോക്കൂ,
1998 കോയമ്പത്തൂരിൽ, ഞാൻ ഈ കണക്കുകൾ ദീർഘിച്ച് പറയുന്നില്ല, ഈ കാലയളവിൽ UDF ഇവർ ഭരിച്ച കാലഘട്ടത്തിൽ ഏതാണ്ട് 12 മഹാസംഭവങ്ങൾ, നിരവധി കാഷ്വാലിറ്റീസ് ഉണ്ടായ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്തരം കാര്യങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയമായി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കും. അദ്ദേഹത്തിന് ഡേറ്റുകളൊക്കെ തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം ചർച്ചകൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണം. മോദി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ, 2012 ഏപ്രിൽ 29 BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് മുംബൈയിൽ ചേർന്ന പൊതുയോഗത്തിൽ ആരോപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് പൊതുയോഗത്തിൽ പറഞ്ഞാൽ എതിർപ്പൊന്നുമില്ല. പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം അന്നും ഇന്നും ചെയ്യണം, നിങ്ങൾക്കും അത് പറയാം. പക്ഷെ സ്വന്തം കാലഘട്ടത്തിൽ തടയാൻ കഴിഞ്ഞുവോ? അതിനൊക്കെ നമുക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളത്? ഇവിടെ ജിൻഡോ ജോൺ, ഇവിടെ ഗോപികൃഷ്ണൻ, നമ്മൾ എത്തേണ്ടത് ഭീകരവാദത്തിന് പുതിയ ടേണുകൾ ഉണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ വിഷയം എന്നല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? നോക്കൂ, കേരളത്തിൽ നിന്ന് പോലും സർവമത സമഭാവനയും സാഹോദര്യവും മതേതരത്വവും എന്തിനേറെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനം പോലും ഇല്ലാത്ത കേരളത്തിൽ നിന്നും എത്ര പേരാണ് ISIS ചേരാൻ വേണ്ടി പോകുന്നത്? ഒരു പത്രപ്രവർത്തകൻ പോലും, ഗോപികൃഷ്ണൻ ശ്രദ്ധിക്കണം, നമ്മൾ മാധ്യമപ്രവർത്തകന്മാർ പോലും ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടയായി എന്ന് സംശയിക്കേണ്ടി അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പം യഥാർത്ഥത്തിൽ ഇത്തരം സുരക്ഷാ വീഴ്ച അതൊക്കെ സ്വാഭാവികമായി ഞാൻ അംഗീകരിക്കുന്നു. ഓരോ കാഷ്വാലിറ്റിയും രാജ്യത്തിനെതിരായുള്ള ആക്രമണമാണ്. അതിന് സുരക്ഷാ രംഗത്തുള്ളവർക്ക് അതിന് സമാധാനം പറയേണ്ടവരുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി തന്നെ ഈ കാഷ്വാലിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു. അത് എൻ്റെ വീഴ്ചയാണ്, ഞാനാണ് അതിന് ഉത്തരവാദി. അതിന് നടപടികളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, 2014 ശേഷം ഗോപികൃഷ്ണൻ ഏതെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.